പറയ്, എന്താ തുടങ്ങണം? അടിപൊളി. നല്ലൊരു മുഹൂർത്തത്തിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കണേ. ദൈവം സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് 30ാമത്തെ വർഷത്തിലേക്ക് കടന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോ അതോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? ഇത് നമ്മളെ കോട്ടൺ ഫാബ്രിക് ആണ് അല്ലേ അജിത്ത്? നമ്മുടെ ഇവിടുത്തെ ചെയ്യുന്നത് അജിത്താണ് ചെയ്തത്. ഭയങ്കര ഭംഗിയായിട്ട് അജിത്ത് നന്നായിട്ടുണ്ട്. ഫാബ്രിക് കോട്ടൺ തന്നെയാണല്ലോ. നമ്മളിവിടെ ഡൈ ചെയ്ത് നമ്മുടെ യൂണിറ്റിൽ തന്നെ ഡൈ ചെയ്ത് ഇതേപോലെയൊക്കെ ചെയ്യാം. ഇതേപോലെ ഭംഗിയായിട്ട് തന്നെ ജെൻസിനെല്ലാം ഇങ്ങനത്തെ ഓരോ ഒക്കേഷനിൽ ചെയ്യാവുന്ന നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇപ്പം ഷർട്ടിലോട്ട് പോകുമ്പോഴേക്കും എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ഷർട്ടിലോട്ട് പോകുമ്പോഴേക്കും ഒരു സിംഗിൾ കളർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് ആണുങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങൾക്കും ചെയ്യണം, സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തു തരണം എന്നൊക്കെ ഇങ്ങനെ കസിൻസൊക്കെ പിള്ളേർ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിലേക്ക് നമുക്ക് ഇപ്പം ഇതിപ്പം ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഡൈങ് ആണ് കൊടുത്തത്. എൻ്റെ സാരിയുടെ ഒരു കളറും എടുത്തു, അതോടൊപ്പം തന്നെ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ആ ഒരു ഒമ്ര ഫീലാണ് ഇതിൻ്റെ ഡൈങ്ങിലേക്ക് കൊടുത്തത്. ഇതൊക്കെ ശരിക്കും നമ്മളുടെ ഒരു ലേഡീസിന് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്ത് ഈ ഒരു രീതിയിലേക്കൊക്കെ എത്തിക്കാറ്. അപ്പം നിങ്ങൾക്കും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനായിട്ട് വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സേവ് ദ ഡേറ്റ്, അങ്ങനെ എന്ത് ഒക്കേഷൻസിലേക്കും നമുക്ക് ഏതൊരു ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം ഇങ്ങനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്തൊക്കെയായാലും നമ്മളുടെ ഓരോരോ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്കും ചേർന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് നന്നായിട്ട് ഒരുക്കണമെന്ന് തോന്നി. ഇതെൻ്റെ ഡിസൈനർ അജിത്താണ്. അജിത്തെ ഒന്നും ഒരു വളരെ സന്തോഷം തോന്നിയിട്ടാണ്. കാരണം ഞാനൊക്കെ ഒരുപാട് വർഷം ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങള്. പക്ഷെ നമുക്കത് എവിടെ ചെന്ന് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള പരിജ്ഞാനം അന്ന് ഇല്ലായിരുന്നു. ഇപ്പൊ ഓൺ ഷോപ്പ് തുടങ്ങിയപ്പോ നമുക്ക് നിങ്ങളെപ്പോലെ പഠിച്ച മിടുക്കന്മാരായ പിള്ളേരെ കൊണ്ട് ഏത് രീതിയിൽ ചെയ്യാം, ഇതേപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നിമിഷങ്ങള്. 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ടൈമിലൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് നമ്മുടെ എടപ്പള്ളി ഷോറൂമിൽ വന്നിട്ട് ഒരു കപ്പിൾ വന്നിട്ട് ഇങ്ങനെ സാരി എടുത്തു. അപ്പോഴിങ്ങനെ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നുമില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കമാലിലോട്ട് വാ, നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ടീമിലോട്ട് എത്തിച്ചത്. ഈ ഒരു സാരി വരുന്നത് പ്യുവർ ടിഷ്യൂലേക്ക് ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരീസാണ്. അപ്പം ഇതിങ്ങനെ ഒരു സെമി കോൺട്രാസ്റ്റ് ആയിട്ട് വന്ന കാഞ്ചീപുരം സാരിയാണ്. അപ്പം നമുക്കിങ്ങനെ എല്ലാവരും തന്നെ ടിഷ്യൂ കാണുമ്പോഴേക്കും അയ്യോ എന്ത് ഗ്ലോസിയാണ്, വിരിപ്പാവ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫീലിലോട്ട് ഒക്കെ അങ്ങനെ നമുക്ക് കൂടുതൽ തോന്നുമ്പോൾ നമുക്ക് പക്ഷേ അതൊരു സട്ടിൽ ഫിനിഷിങ്ങിലേക്ക് ഉടുത്തു കഴിയുമ്പോൾ ആ ഒരു ക്ലാസിനെസ്സും എലഗൻറ്റ് ലുക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഡബിൾ കളർ ബുട്ട ജെറിയാണ് വരുന്നത്. ഇപ്പം ബോഡി പാർട്ട് വരുന്ന ജെറി വരുമ്പോഴേക്കും ഒരു സിൽവർ വരുന്നു, അതോടൊപ്പം ഗോൾഡൻ ജെറിയും കൂടെ ചേർന്ന് വന്നു. ടിഷ്യൂലേക്കാണ് ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഫുൾ ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. ഗോൾഡൻ ടിഷ്യൂ ആണ്, ഒരു സെമി കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ബ്രൊക്കേഡാണ്, ഇത് കുറച്ച് നല്ല പ്രീമിയമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 3G 4G ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ജെറി വരുന്ന ഒരു സാരിയാണ്. കാഞ്ചീപുരത്തിൻ്റെ ഏറ്റവും കൂടിയൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുത്താം. അപ്പം അത്തരം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോഴേക്കും 50,000 to 60,000 ആ ഒരു റേഞ്ചിലോട്ടാണ് ഇതിൻ്റെ കാറ്റഗറി വരുന്നത്. കാരണം പ്യുവർ ടിഷ്യൂ ആ ഒരു റീസെയിൽ വാല്യൂ ഉള്ള ടൈപ്പിലേക്ക് വരുന്ന ജെറി സാരീസാണ്. അപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് പിന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇന്ന് വരുമ്പോഴേക്കും ഞാൻ ഇന്നൊരു പ്രൈം, ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രൈം ഡേ ആയതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ നന്നായി ഒരുങ്ങിയത്. അപ്പം കണ്ടോ, നമ്മളുടെ ഓരോരോ പ്രൈം ഒക്കേഷൻസിലേക്കും നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഓരോ ദിവസങ്ങളിലേക്കും ഒരു മക്കളുടെ കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മളുടെ ഓരോ സന്തോഷം നിറഞ്ഞ മൊമെൻറ്റുകളിലേക്കും നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരീസാണിത്. അപ്പം ഇതിൻ്റെ ഹാൻഡ് വർക്ക് നോക്കൂ, ഇതാ നെറ്റ് ആഡ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തത്. യോക്ക് പോർഷനിലേക്ക് ഒരു ഷോർട്ട് യോക്ക് പോലെ ഷോൾഡർ പോർഷനാണ് ഈ ഹാൻഡ് വർക്ക് കൊടുത്തത്. കട്ട് ബീഡ് വെച്ചിട്ട് നെറ്റിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ പുറകിലൊക്കെ വളരെ വിശാലമായിട്ടാണ് നമ്മുടെ ഡിസൈനർ ചെയ്തെടുത്തത്. ബ്രൊക്കേഡ് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ആ ഒരു
ഇവിടെ ടാസലൊക്കെ കൊടുത്തു, ഹാങ്ങിങ് വളരെ ബ്യൂട്ടിഫുള്ളായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ജൂവൽ നെക്കാണ്, അതുകൊണ്ട് പിന്നെ അധികം ജ്വല്ലറിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഹാൻഡ് വർക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഇതിങ്ങനെ ഒരു കാഞ്ചീപുരം സിൽക്ക് സാരീസിലേക്ക് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളത് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം അത് ഈ ഒരു പാരറ്റ് ഗ്രീനും അതിൻ്റെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഗ്രീൻ കളറിലേക്ക് ഒരു ബോട്ടിൽ ഗ്രീനിലോട്ട് കയറുന്ന തരത്തിലേക്കാണ് ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ 1 ലെയറിട്ടാണ് ഞാനിത് കൊടുത്തത്. നമ്മളുടെ ഏറ്റവും നല്ലൊരു കാഞ്ചീപുരം സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും തന്നെ പൂണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. 30ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്.